തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാർ വിശ്വാസ വോട്ട് നേടി. വിശ്വാസ വോട്ടെടുപ്പിൽ 144 അംഗങ്ങൾ ടി.വി.കെയെ പിന്തുണച്ചപ്പോൾ 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ടി.വി.കെ സർക്കാരിനെ പിന്തുണച്ചു. വിശ്വാസ വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞതോടെ AIADMKയിലെ പിളർപ്പ് കുറെ കൂടി വ്യക്തമായിരിക്കുകയാണ്. കൂടാതെ കൂടുതൽ പേർ ടി.വി.കെയെ പിന്തുണച്ചതോടെ കുതിരക്കച്ചവടം നടത്തുന്നു എന്നടക്കം രൂക്ഷഭാഷയിൽ DMK തുറന്നടിച്ചു. ഇതിനിടെ ഏറെ വിവാദമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ജ്യോതിഷിയുടെ നിയമനം സർക്കാർ റദ്ദാക്കി. ഈ നിയമനം ധൂർത്താണെന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിന്റെ നിയമനം റദ്ദാക്കിയത്. AIADMKയിലെ പിളർപ്പ് ടി.വി.കെയ്ക്ക് ഗുണകരമായോ? സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 118-ൽ നിന്ന് 144-ലേക്ക് എത്തിയതോടെ നേരത്തെ DMK സഖ്യകക്ഷികളായിരുന്നവർ ഇനി എന്ത് നിലപാടെടുക്കും? കാണാം RDX റാം. 118 എന്ന കേവല ഭൂരിപക്ഷത്തിലെത്താനാകാതെ സത്യപ്രതിജ്ഞ വൈകിയെങ്കിലും വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടിയത് 144 അംഗങ്ങളുടെ പിന്തുണ. AIADMKയിലെ 25 പേരും AMMK പുറത്താക്കിയ S കാമരാജും ടി.വി.കെ സർക്കാരിനെ പിന്തുണച്ചതോടെയാണ് 118 എന്നത് 144 ഉയർന്നത്. ഇതോടെ കുതിരക്കച്ചവടമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് DMK സഭയിൽ നിന്നിറങ്ങിപ്പോയി. BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ആകെ 171 MLA-മാർ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുത്തപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ കൂടെയുള്ള AIADMKയിലെ 22 പേർ മാത്രമാണ് ടി.വി.കെയെ എതിർത്ത് വോട്ട് ചെയ്തത്. കൂടുതൽ പേരും ടി.വി.കെയെ പിന്തുണച്ചതോടെ AIADMKയിലെ പിളർപ്പ് പൂർണ്ണമായി. വിമത വിഭാഗം നേതാവ് SP വേലുമണിയെ സംസാരിക്കാൻ വിളിച്ചതോടെ സഭയിൽ ബഹളമുണ്ടായി. എന്നാൽ ആരെ സംസാരിക്കാൻ അനുവദിക്കണമെന്നത് തന്റെ അവകാശമാണെന്ന് സ്പീക്കർ JCD പ്രഭാകർ പറഞ്ഞു. ഇതിനിടെ വിവാദമായിരുന്ന ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ജോൽസിനെ നിയമിച്ച തീരുമാനം മുഖ്യമന്ത്രി വിജയ് റദ്ദാക്കി. കോൺഗ്രസും VCKയും അടക്കം ഈ നിയമനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. RDX റാം ന്യൂസ് മലയാളം. തന്റെ സർക്കാർ പിന്തുണ നൽകിയവരുടെ മാത്രമല്ല എതിർക്കുന്നവരുടെയും സർക്കാർ ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി C ജോസഫ് വിജയ്. മുൻ സർക്കാരുകൾ തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. தீர்மானத்தை எதிர்த்து உரையாற்றியுள்ளார்கள். எதிர்க்கட்சி தலைவர் வெளிநடப்பு செய்துவிட்டார்கள். மாண்புமிகு திரு SP வேலுமணி அவர்கள் தீர்மானத்தை ஆதரித்து உரையாற்றியுள்ளார்கள். குதிரை பேரத்தில் எமது அரசு ஈடுபடுகிறது என்ற கருத்தை தெரிவித்த மாண்புமிகு உறுப்பினர் அவர்களுக்கு நான் ஒன்றை மட்டும் சொல்லிக்கொள்கிறேன். இந்த அரசு குதிரை வேகத்தில் செயல்படுகிற அரசே தவிர குதிரை பேரத்தில் ஈடுபடுகிற அரசு இல்லை என்பதை ஆணித்தரமாக தெரிவித்துக் கொள்கிறேன். കേന്ദ്ര സർക്കാർ വളഞ്ഞ വഴി സംസ്ഥാനം ഭരിക്കാതിരിക്കാൻ DMK സഖ്യം കടം നൽകിയ പിന്തുണ കൊണ്ടാണ് ടി.വി.കെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. ടി.വി.കെയ്ക്ക് പിന്തുണ നൽകിയ കക്ഷികളെല്ലാം ഇപ്പോഴും DMK സഖ്യത്തിൽ തന്നെയാണ്. NDA സഖ്യത്തിലെ അണ്ണാ DMKയിൽ ഒരു വിഭാഗത്തെ മുഖ്യമന്ത്രി നേരിട്ട് വീട്ടിലെത്തിക്കണ്ടെന്നും ഇവിടെ നടക്കുന്നത് കുതിര കച്ചവടമാണെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. ஆட்சிக்கு வர்றதுக்கு முன்னாடியே குதிரை பேரத்தில் ஈடுபடுறாங்கன்னு சொன்னார். நேற்று சொல்லியிருக்கிறாரு, மாற்றம்னு சொன்னீங்க, இது மாற்றம் இல்ல துர்நாற்றம் அப்படின்னு சொல்லியிருக்கிறார். സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചതോടെ ടി.വി.കെ കുതിരക്കച്ചവടം നടത്തിയെന്ന് AIADMK ജനറൽ സെക്രട്ടറിയും MLAയുമായ എടപ്പാടി പളനിസ്വാമിയും ആരോപിച്ചു. സംശുദ്ധമായ ഒരു സർക്കാർ നൽകുമെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി വിജയ് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാളുടെ വീട് മാത്രമേ സന്ദർശിക്കാറുള്ളൂ എന്നും എടപ്പാടിയുടെ വിമർശനം. இது உண்மையாலுமே சட்டத்துக்கு புறமானது, நீதிக்கு புறமானது. இன்றைய முதலமைச்சர் அவர்கள் தூய்மையான ஆட்சி நடத்த வேண்டும் என்று சொல்கிறார். தூய்மையான ஆட்சி நடத்த வேண்டும் என்று சொன்னால் எல்லா இடத்திலும் தூய்மையாக இருக்க வேண்டும். ஒரு கட்சியில் கருத்து வேறுபாடு நடக்குது. அந்த கருத்து வேறுபாடுகளை மையமாக வைத்து ஒரு சாரார் வீட்டுக்கு சென்று வருவது எந்த விதத்தில் நியாயம்? ഇതാ തൂയ്മയാണത്. അതേസമയം ഇന്ന് ഞങ്ങൾ ടി.വി.കെയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നും AIADMKയിലെ ഒരു വിഭാഗം സർക്കാരിനെതിരെ വോട്ട് ചെയ്തെന്നും AIADMK MLA CV ഷൺമുഖം പറഞ്ഞു. MLA-മാർ പാർട്ടി വിപ്പിനെതിരായി വോട്ട് ചെയ്തു എന്ന് എടപ്പാടി പളനിസ്വാമി അവകാശപ്പെട്ടു. എന്നാൽ ഇത് തീർത്തും തെറ്റാണെന്ന് ഷൺമുഖം പറഞ്ഞു. அனைத்து இந்திய அண்ணா திராவிட முன்னேற்றக் கழகம் இன்றைக்கு
ஆளும் தமிழக வெற்றி கழகத்தின் தலைவர் திரு விஜய் தலைமையிலான அரசுக்கு ஆதரவாக இன்றைக்கு வாக்களித்திருக்கிறோம். இன்றைக்கு எடப்பாடி பழனிசாமி அவர்கள் சில பத்திரிகை வாயிலாக சில கருத்துக்களை சொல்லியிருக்கிறார். நான் பொதுச் செயலாளர், அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் பொதுச் செயலாளராக இருக்கிறேன். என்னால் நியமனம் செய்யப்பட்ட பொதுச் செயலாளரால் நியமனம் செய்யப்பட்ட கொறடா உத்தரவை மீறி வாக்களித்திருக்கிறார் என்று சொல்கிறார். ഇതിനിടയ്ക്ക് ആ ജ്യോതിഷിയെ പുറത്താക്കിയിട്ടുണ്ട്. ജ്യോതിഷി റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചിരുന്നത്. അത് റദ്ദാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു വെട്രിവേലിനെ നിയമിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചത് വെട്രിവേലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് വിവാദമായിരുന്നു. ഇടതു പാർട്ടികളും VCK അടക്കമുള്ള സഖ്യകക്ഷികളും പ്രതിപക്ഷവും ഈ നിയമനത്തെ ചോദ്യം ചെയ്തിരുന്നു. വിജയ് മുഖ്യമന്ത്രിയാകുമെന്നും രാഷ്ട്രീയത്തിൽ വിജയിക്കുമെന്നും വെട്രിവേൽ ഒരു വർഷം മുമ്പ് പ്രവചിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് TVK 140 മുതൽ 170 വരെ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. സനീഷ്, എന്തായാലും ഇന്നലെ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ രൂക്ഷ വിമർശനം നേരിട്ട വിഷയത്തിൽ വളരെ പെട്ടെന്നൊരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. കാരണം തിരുത്താൻ തയ്യാറാണ്, അതിൽ കടിച്ചു തൂങ്ങുന്നില്ല എന്നുള്ളതാണ്. തെറ്റായ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു ദിവസം പിന്നിടുമ്പോൾ എങ്ങനെ തോന്നുന്നു വിജയുടെ അല്ല, അതിനകത്ത് വിജയ് വളരെ കഷ്ടപ്പെടും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഹർഷൻ പറഞ്ഞില്ല, അതായത് ഇന്നലെ ഈ രാധൻ പണ്ഡിറ്റിനെ കൊണ്ടുവന്ന് വെച്ചതും അപ്പം തന്നെ മുസ്ലിം ലീഗ്, CPM, CPI, VCK എല്ലാവരും വന്ന് എതിർത്തു. പി ഷൺമുഖത്തിൻ്റെ ട്വീറ്റ് അപ്പം തന്നെ വന്നു. അതായത് ഭാരതിയാറിനെ കോട്ട് ചെയ്യട്ടെ, നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, ഭാരതിയാറിനെ കോട്ട് ചെയ്ത് ജ്യോതിഷികളെയും സയൻറ്റിഫിക് ടെമ്പറൊന്നും ഇല്ലാത്ത പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞ് വിമർശനം വന്ന ഉടനെ തന്നെ വിജയ് അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു, ആ സ്ഥാനത്ത് നീക്കി. പക്ഷേ അതെന്താണ്, അത് കാണിച്ചു തരുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഈ പറയുന്ന സർക്കാരിന് മേൽ വളരെ ഗുണപരമായിട്ടൊരു സമ്മർദ്ദം മറ്റ് കക്ഷികളുടേത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ലാത്ത കക്ഷികളുടേത് ഉണ്ട് എന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ, ADMKൻ്റെ പകുതി ആൾ വന്നിട്ട് 26 സീറ്റ് എക്സ്ട്രാ ആയി. ഇനിയിപ്പോൾ ഇവർ ഈ പറയുന്ന ലീഗും CPM, CPI ഒക്കെ അങ്ങോട്ട് മാറിയാൽ പോലും, അവരുടെ രണ്ട് ആളുകളൊക്കെ എടുത്തൊക്കെ മാറിയാൽ പോലും ADMKയുടെ പിൻബലത്തിൽ ഈ വന്നിരിക്കുന്ന ആളുകളുടെ ബലത്തിൽ ഭരിക്കാം എന്നൊരു സാഹചര്യം അദ്ദേഹത്തിന് വരികയാണ്. ADMK ആരാണ്? അപ്പുറത്ത് BJPക്ക് ഒപ്പം നിന്ന ആളുകളാണ്. അവർ സയൻറ്റിഫിക് ടെമ്പറൊന്നും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഉടനടി അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള സമ്മർദ്ദത്തിനേക്കാൾ ഈ ഇതിനകത്ത് പൊല്യൂട്ട് ചെയ്യാവുന്ന പൊളിറ്റിക്സും കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ എന്നതാണ് സാഹചര്യം. പിന്നെ നമ്മളവിടെ കണ്ടല്ലോ, ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ ആളുകളുടെ കടത്തിലാണ് നിങ്ങൾ ഭരിക്കുന്നത് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് ഈ തിരുത്തൽ വരുത്തിയ ആളുകൾ ഞങ്ങളുടെ ആളുകളാണ്, ഇപ്പോഴും ഞങ്ങളുടെ മുന്നണിയിലുള്ള ആളുകളാണെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെക്കാൾ പൊളിറ്റിക്സിൽ സീനിയർ, രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന ആൾ. വിജയ്ക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന അറിവുണ്ടാകുമോ എന്ന സംശയം എനിക്ക് നന്നായിട്ട് ഉണ്ട്. ഒട്ടും രാഷ്ട്രീയ പരിചയമില്ലാത്ത ആ സഭയ്ക്കകത്തിരിക്കുന്ന ആൾ വിജയിയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇതിപ്പോൾ പുറത്ത് മാസിനെ കൊണ്ടുവന്ന് മാറ്റത്തിന് വേണ്ടി ആളുകളെ വോട്ട് ചെയ്യിക്കുന്ന പോലെയല്ല അതിനകത്ത് ഈ കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ നടത്താൻ ഉതകുന്ന ഒരു ടീം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. CPM, CPI, VCK, ലീഗും ഒക്കെ അടങ്ങുള്ള ടീം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല, മറ്റു ചില ലക്ഷ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ കൂടെ ഉണ്ട്. അപ്പോൾ അവർ വടക്കോട്ടും തെക്കോട്ടും വലിക്കുന്ന രണ്ട് കുതിരകൾ ഉള്ളൊരു വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിനകത്ത് ഈ ഉദയനിധി സ്റ്റാലിനെ പോലെ ഒരാൾ അപ്പുറത്ത് നിന്ന് എതിർക്കുമ്പോൾ, DMK പോലെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ടീം എതിർക്കുമ്പോൾ ഇതിനെ എങ്ങനെ മറികടന്ന് വിജയ് പോകും എന്നാണ് എനിക്ക് സംശയമുള്ളത്. കാരണം ഒന്ന് ആശയദൃഢത ഇപ്പോൾ DMKക്കും CPM-നും CPIക്കും VCKക്കും ലീഗിനും ഒക്കെ ഉള്ള പോലെ വളരെ ആശയദൃഢമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇതിനെല്ലാം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ രാധൻ പണ്ഡിറ്റിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഇരുത്താനും അദ്ദേഹത്തിന് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് BJP അവരുടെ സൂക്ഷ്മ ദൃഷ്ടികളുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കുഴമറിച്ചിലിനകത്തൂടെ അദ്ദേഹത്തിൻ്റെ സർക്കാർ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നത് അങ്ങേയറ്റം കൗതുകം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഇതുവരെ കണ്ട നായകൻ അടിച്ചു പൊളിച്ച് വന്നു, ഗംഭീരമായിട്ട് വന്നു, ഉഗ്രൻ ഡാൻസും പാട്ടും സ്റ്റണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും, അല്ലേ? തീർച്ചയായും. പക്ഷേ ഈ DMKയുടെ ആ പ്രത്യയശാസ്ത്ര ദൃഢതയിൽ വെള്ളം ചേർത്തിട്ടാണ് MGR പണ്ട് പാർട്ടിയായിട്ട് വന്നത്. അപ്പോൾ അന്ന് തന്നെ അതിലൊരു വെള്ളം ചേർക്കൽ നടന്നിട്ടുണ്ട്. പിന്നെ ജയലളിതയിലേക്ക് വരുമ്പോൾ അവർ ഈ പ്രത്യേകിച്ച് ഒരു ജ്യോതിഷിയെ സ്റ്റാഫിൽ നിയമിച്ചിട്ടില്ലായിരുന്നെങ്കിലും പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ പറയുന്ന പോലെയൊക്കെയാണ് ഏതാണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നത് എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല അവർ ആ ദ്രാവിഡ പാർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന
ആരംഭിക്കുമ്പോൾ തന്നെ ആ ദ്രാവിഡ സ്വത്വവുമായി ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ തന്നെയാണ് അവർ ഭരണം നടത്തിക്കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് DMK വരുമ്പോൾ മാത്രമാണത് ആ നിലയ്ക്ക് ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് വിജയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം കുത്തിയിരുന്ന് എഴുതിയെടുക്കുന്നുണ്ട്. ഈ ആളുകളെല്ലാം വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യം, അത് സാധാരണ പതിവില്ലാത്ത ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്ത് നിന്ന് ഒരാൾ പറഞ്ഞാൽ ഉടനെ അത് നോട്ട് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ളത് പഠിക്കാനുള്ള തീരുമാനമെടുത്ത് വന്നിരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ശീലമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ പറഞ്ഞതാണ് പ്രശ്നം. ഇപ്പോൾ VCK ഒപ്പം നിന്ന VCKയുടെയൊക്കെ നേതാക്കൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ വിജയ് ഇങ്ങനെ അന്തം വിട്ടത് കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ പെർഫോമൻസ് സഭയിലെത്തി കഴിയുമ്പം വേറെ രീതിയിലാണല്ലോ. ഇപ്പോൾ ആദ്യം തന്നെ ആവശ്യപ്പെടുന്നതാണ് VCKയുടെ നേതാവ് എഴുന്നേറ്റിരുന്ന് ആവശ്യപ്പെടുന്നത്, അയാളുടെ മെയ്ഡൻ സ്പീച്ചിൽ ആവശ്യപ്പെടുന്നത് ഇത് എന്താണ്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായുള്ള നിയമം അടിയന്തരമായി പാസ്സാക്കണം. ഈ ജ്യോതിഷം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അത് ആ മട്ടിലാണ് പിന്നീട് മുന്നണിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന VCKയുടെ ആളാണെന്ന് ഓർക്കണം. അപ്പുറത്ത് DMKയിൽ നിന്ന് രൂക്ഷമായ വിമർശനം. നമ്മുടെ വിജയകാന്തിൻ്റെ ഭാര്യയുണ്ടല്ലോ, പേര് ഞാൻ വിട്ടുപോയി, വിട്ടുപോയി, MLA ആണ്, DMKയുടെ MLA. അവരൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് വിജയിയെ വിമർശിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു തീരുമാനം എങ്ങനെയാണ് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ എടുക്കാൻ പറ്റിയത് എന്നുള്ളത് ചോദിക്കുന്നു. സത്യത്തിൽ ഇന്നത്തെ വിമർശനം കേട്ട് കഴിഞ്ഞായിരിക്കണം ഇത് അബദ്ധമാണ് ചെയ്തത് എന്നുള്ള തോന്നലിലേക്ക് പോലും എത്തിയത്. ഒരു നിങ്ങൾ വളരെ പാവപ്പെട്ട എല്ലാ രാജകുടുംബത്തിൽ നിന്നല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പകരം ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായിട്ടാണ് ജനിച്ചു വളർന്നു വന്നത്. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് അവസാനം രാജഗുരുവിനെ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ നിയമിച്ചിരിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ഇന്നലെ മനു ജോസഫ്, നോവലിസ്റ്റ് മനു ജോസഫ് എഴുതിയിരുന്നു. അതായത് ഇത് വലിയ മോശം കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് എനിക്ക് പട്ടിണിയും അതറിയാം, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ശരി തെറ്റാണ്. കാരണം അദ്ദേഹം ലയോള സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചാണ്. പിന്നെ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറുടെ മകനായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചിലപ്പം നേരിട്ടുണ്ടാകും കരിയറിൽ. പക്ഷേ അങ്ങനെ പട്ടിണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല കേട്ടോ എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. ധനുഷ് ഈ സമീപകാലത്തൊരു പടം വന്നല്ലോ, ഇഡ്ഡലി കടയിൽ എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ അന്ന് ഇതേപോലെ വിവാദം ഉണ്ടായി. എനിക്ക് ഇഡ്ഡലി വാങ്ങാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ ട്വിറ്ററിലും മറ്റുമൊക്കെ ആളുകൾ ട്രോളുമായിട്ട് വന്നു. ഇദ്ദേഹവും ഒരു സിനിമാ സംവിധായകൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഡ്ഡലി വാങ്ങാൻ പൈസ ഇല്ലാത്ത ദാരിദ്ര്യമൊന്നും ഒരു കാലത്തും ധനുഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് വന്ന് പറയാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തോടുള്ള ഒരു തരം ഇങ്ങനെ ആഭിമുഖ്യം പറയാന്നുള്ളത് ഇവരുടെ എന്തോ ഒരു സ്റ്റൈലാണ്. ഇവർ അനുഭവിച്ചല്ല ദാരിദ്ര്യം, ഒരു ദിവസം പട്ടിണി കിടന്നല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു മനു ജോസഫ്. അപ്പോൾ എന്തായാലും പഠിക്കാനുള്ള ഒരു ശ്രമം വിജയ് നടത്തുന്നുണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ രൂക്ഷമായ വിമർശനങ്ങൾ, ശക്തമായ രാഷ്ട്രീയ വിമർശനങ്ങൾ അവിടെ നേരിടേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഉദയനിധി സ്റ്റാലിൻ ആ രാഷ്ട്രീയ വ്യക്തതയോടെയാണ് അവിടെ കാര്യങ്ങളിൽ നിലപാടെടുത്ത് നിൽക്കുന്നത്. ഇന്നലെ ഒരു ദിവസം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് അവിടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയ് അല്ല, പകരം പ്രതിപക്ഷ നേതാവായ ഉദയനിധി സ്റ്റാലിനാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആ നിലയ്ക്ക് കാര്യങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇനി വിജയ്ക്ക് ഭയക്കേണ്ടി വരില്ല. അടിസ്ഥാനപരമായി അവിടുത്തെ ഒരു രീതിയുണ്ടല്ലോ, അഴിമതി ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട സ്ഥിതി പല മേഖലകളിലുമുണ്ട്. രാഷ്ട്രീയത്തിൽ അതിൽ വലിയ പങ്കുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ വിജയ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. ഈ മട്ടിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൂടുതൽ ആളുകൾ വരും. അതെ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും കേവല ഭൂരിപക്ഷം മറികടക്കാനാകാതെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലായിരുന്നു വിജയിയുടെ തുടക്കം. എന്നാലിപ്പോൾ 144 എന്ന വലിയ സംഖ്യയിലെത്തിയിരിക്കുകയാണ് TVKയും വിജയും. മന്ത്രിസഭയുടെ കെട്ടുറപ്പ് കൂടിയെന്നും ഇനി ചെറു പാർട്ടികൾ പിന്തുണ പിൻവലിച്ചാലും സർക്കാർ താഴെ വീഴില്ലെന്നുമുള്ള ആത്മവിശ്വാസം ഇപ്പോൾ TVKയ്ക്ക് കൈവന്നിട്ടുണ്ട്. ഇടതു പാർട്ടികളും മുസ്ലിം ലീഗും അടക്കമുള്ള തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് TVKയ്ക്ക് പിന്തുണ നൽകാൻ സമ്മതം മൂളിയ DMK വിജയ് സർക്കാരിൽ ഒരു കടിഞ്ഞാൺ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇനി ആ പ്രതീക്ഷയും അസ്തമിച്ചു എന്നാണ് ഇന്നത്തെ വിശ്വാസ വോട്ടെടുപ്പ് നൽകുന്ന സൂചന. TVKയും DMKയും തമ്മിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിരൂക്ഷമായ പോര് കാണാമെന്നും ഇന്നത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യമാണ് AIADMKയിൽ നടക്കുന്നത്. പാർട്ടി വിപ്പ് പോലും ലംഘിച്ചാണ് 25 MLAമാർ TVKയ്ക്ക് വോട്ട് ചെയ്തത്, TVKയെ പിന്തുണച്ചത്. ആകെയുള്ള MLAമാരിൽ കൂടുതൽ പേരുടെയും പിന്തുണ TVKയിലേക്ക് എത്തുന്നതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറുമെന്നതും വസ്തുതയാണ്. പിളർന്ന് ഇല്ലാതാവുകയാണോ ദ്രാവിഡ മണ്ണിലെ കരുത്തരായ AIADMK എന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം.